ഹായ് ഡിയേഴ്സ്, ഏവർക്കും PS വ്ളോഗിലേക്ക് സ്വാഗതം. ഓണമിങ്ങ് അടുത്തെത്തി. വിഭവസമൃദ്ധമായ സദ്യയില്ലാതെ എന്തൊരോണം അല്ലേ? 30-ൽ പരം വിഭവങ്ങളുമായി ഓണസദ്യ വീട്ടിൽ തന്നെ തയ്യാറാക്കിയാലോ? ആദ്യം വേണ്ടത് സദ്യ വിളമ്പാൻ വാഴയില. പിന്നെ കടയിൽ നിന്നും വാങ്ങി കരുതേണ്ടവ ഉപ്പ്, കായനുറുക്ക്, ശർക്കര വരട്ടി, നെയ്യ്, പഴം. ഇനി വറുത്തെടുക്കേണ്ടവ കൊണ്ടാട്ടം മുളക്, പപ്പടം. ഇതുകൂടാതെ തയ്യാറാക്കേണ്ടത് കുത്തരിച്ചോറ്, വെള്ളം. ഇനി പറയാൻ പോകുന്നത് ഓണസദ്യ തൊടുകറികളും അവ ഉണ്ടാക്കുന്ന വിധവുമാണ്. ഒന്നാമതായി ഇഞ്ചിക്കറി. ആവശ്യമായ സാധനങ്ങൾ: ഇഞ്ചി, വെളിച്ചെണ്ണ, വറ്റൽമുളക്, കടുക്, കറിവേപ്പില, പച്ചമുളക്, മുളക് പൊടി, വെള്ളം, വാളൻപുളി, ഉപ്പ്, പഞ്ചസാര അല്ലെങ്കിൽ ശർക്കര. ഇഞ്ചിക്കറി ഉണ്ടാക്കുന്ന വിധം: ഇഞ്ചി കനം കുറച്ച് വട്ടത്തിലരിഞ്ഞ് വെളിച്ചെണ്ണയിൽ വറുത്തു പൊടിച്ച് വയ്ക്കുക. 1 സ്പൂൺ വെളിച്ചെണ്ണയിൽ വറ്റൽമുളക്, കടുക്, കറിവേപ്പില എന്നിവ പൊടിച്ച് പച്ചമുളകും മുളക് പൊടിയും ചേർത്ത് വഴറ്റുക. വെള്ളത്തിൽ പുളി പിഴിഞ്ഞ് ചേർക്കുക. ഉപ്പ് ചേർത്ത് നന്നായി തിളപ്പിക്കുക. പൊടിച്ചു വച്ച ഇഞ്ചി ചേർക്കുക. 1 സ്പൂൺ പഞ്ചസാര അല്ലെങ്കിൽ 50 ഗ്രാം ശർക്കര ചേർത്ത് വാങ്ങുക. ഇഞ്ചിക്കറി തയ്യാർ. അടുത്തത് മാങ്ങാച്ചാർ. ആവശ്യമായ സാധനങ്ങൾ: നാരങ്ങ, നല്ലെണ്ണ, വറ്റൽമുളക്, കടുക്, കറിവേപ്പില, മുളക് പൊടി, കായം, ഉലുവാപ്പൊടി, ഉപ്പ്, വെള്ളം. നാരങ്ങ അച്ചാർ ഉണ്ടാക്കുന്ന വിധം: നല്ലെണ്ണയിൽ നാരങ്ങ വഴറ്റിയെടുക്കുക. വറ്റൽമുളക്, കടുക്, കറിവേപ്പില എന്നിവ പൊട്ടിച്ച് അതിൽ മുളക് പൊടി, കായം, ഉലുവാപ്പൊടി എന്നിവ ചേർത്തിളക്കി ഉപ്പും വെള്ളവും ചേർത്ത് തിളപ്പിച്ച് വാങ്ങിവച്ച ശേഷം വാട്ടിവെച്ച നാരങ്ങ ചേർക്കുക. നാരങ്ങ അച്ചാർ തയ്യാർ. ഇനി മാങ്ങ അച്ചാർ ഉണ്ടാക്കാം. ആവശ്യമായ സാധനങ്ങൾ: മാങ്ങ, ഉപ്പ്, നല്ലെണ്ണ, പച്ചമുളക്, കടുക്, കറിവേപ്പില, മുളക് പൊടി, കായം, ഉലുവ. മാങ്ങ അച്ചാർ ഉണ്ടാക്കുന്ന വിധം: ആദ്യമായി മാങ്ങ അരിഞ്ഞ് ഉപ്പ് പുരട്ടി വയ്ക്കുക. നല്ലെണ്ണയിൽ മുളകും കടുകും കറിവേപ്പിലയും ഇട്ട് പൊട്ടുമ്പോൾ മുളക് പൊടിയും കായവും അതിലോട്ടിട്ട് വാട്ടി ഉലുവാപ്പൊടി ചേർക്കുക. പിന്നീട് മാങ്ങ ചേർത്തിളക്കി ആവശ്യമെങ്കിൽ അല്പം ഉപ്പും ചേർത്ത് വാങ്ങാം. മാങ്ങാച്ചാർ തയ്യാർ. ഇനി പച്ചടി ഉണ്ടാക്കാം. ആവശ്യമായ സാധനങ്ങൾ: വെണ്ടയ്ക്ക, പച്ചമുളക്, വെളിച്ചെണ്ണ, വറ്റൽമുളക്, കടുക്, കറിവേപ്പില, തേങ്ങ, ജീരകം, ഉപ്പ്, തൈര്. ഉണ്ടാക്കുന്ന വിധം: വെണ്ടയ്ക്കയും പച്ചമുളകും കനം കുറച്ച് വട്ടത്തിലരിഞ്ഞ് വെളിച്ചെണ്ണയിൽ നന്നായി വറുത്ത് കോരുക. വറ്റൽമുളക്, കടുക്, കറിവേപ്പില ഇവ ബാക്കി എണ്ണയിൽ കടുക് വറുക്കുക. തേങ്ങയും ജീരകവും നന്നായി അരച്ചതിനോടൊപ്പം കടുക് ചതച്ച് ചേർത്ത അരപ്പും ചേർത്ത് ചെറുതായി തിള വരുമ്പോൾ വറുത്ത് വെച്ച വെണ്ടയ്ക്കയും ഉപ്പും ചേർക്കുക. തൈര് ചേർത്തിളക്കി നന്നായി ചൂടാക്കി വാങ്ങുക. തൈര് ചേർത്ത ശേഷം തിളക്കരുത്. പച്ചടി തയ്യാർ. ബീട്രൂട്ട് കിച്ചടി തയ്യാറാക്കാം. ആവശ്യമായ സാധനങ്ങൾ: ബീട്രൂട്ട്, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, ശർക്കര, തേങ്ങ, ജീരകം, ഉപ്പ്, വെളിച്ചെണ്ണ, കടുക്, കറിവേപ്പില, വറ്റൽമുളക്. ഉണ്ടാക്കുന്ന വിധം: ബീട്രൂട്ട് ചെറുതായി അരിഞ്ഞ് പച്ചമുളകും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിക്കുക. പകുതി വേവാകുമ്പോൾ ഇതിലേക്ക് അല്പം ശർക്കര ചേർക്കുക. തണുത്ത ശേഷം ഇതിലേക്ക് തേങ്ങയും ജീരകവും ചേർത്ത് നന്നായി അരച്ചെടുക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. വെളിച്ചെണ്ണ ചൂടാക്കി കടുകും കറിവേപ്പിലയും വറ്റൽമുളകും ചേർത്ത് കടുക് പൊട്ടിച്ച് വാങ്ങാം. ബീട്രൂട്ട് കിച്ചടി തയ്യാർ. ഇനി പൈനാപ്പിൾ കിച്ചടി ആയാലോ? ആവശ്യമായ സാധനങ്ങൾ: പൈനാപ്പിൾ, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, ശർക്കര, തേങ്ങ, ജീരകം, ഉപ്പ്, വെളിച്ചെണ്ണ, കടുക്, കറിവേപ്പില, വറ്റൽമുളക്. ഉണ്ടാക്കുന്ന വിധം: പൈനാപ്പിൾ ചെറുതായി അരിഞ്ഞ് പച്ചമുളകും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിക്കുക. പകുതി വേവാകുമ്പോൾ ഇതിലേക്ക് അല്പം ശർക്കര ചേർക്കുക. തണുത്ത ശേഷം ഇതിലേക്ക് തേങ്ങയും ജീരകവും ചേർത്ത് നന്നായി അരച്ചെടുക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർക്കുക.
വെളിച്ചെണ്ണ ചൂടാക്കി കടുകും കറിവേപ്പിലയും വറ്റൽമുളകും ചേർത്ത് കടുക് പൊട്ടിച്ച് വാങ്ങാം. പൈനാപ്പിൾ കിച്ചടി തയ്യാർ. ഇനി ഓലനാകാം. ആവശ്യമായ സാധനങ്ങൾ: കുമ്പളങ്ങ, വൻപയർ അല്ലെങ്കിൽ ചുമന്ന പയർ, പച്ചമുളക്, വെളിച്ചെണ്ണ, കറിവേപ്പില, ഉപ്പ്, തേങ്ങാപ്പാൽ. ഉണ്ടാക്കുന്ന വിധം: കുമ്പളങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുക. ഒരു പിടി വൻപയർ അല്ലെങ്കിൽ ചുമന്ന പയർ തലേ ദിവസം വെള്ളത്തിലിട്ട് കുതിർത്തതും കുമ്പളങ്ങ കഷ്ണങ്ങളും പച്ചമുളകും തേങ്ങാപ്പാലിൽ വേവിക്കുക. ആവശ്യമായ ഉപ്പ് ചേർത്ത് ഇളക്കുക. തേങ്ങാപ്പാൽ വറ്റി വരുമ്പോൾ എണ്ണയും കറിവേപ്പിലയും ഇട്ടാൽ ഓലൻ തയ്യാർ. ഇനി കാളൻ തയ്യാറാക്കാം. ആവശ്യമായ സാധനങ്ങൾ: നേന്ത്രക്കായ, ചേന, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, വെള്ളം, തൈര്, തേങ്ങ, ജീരകം, വെളിച്ചെണ്ണ, കടുക്, വറ്റൽമുളക്, ഉലുവ, ഉപ്പ്. ഉണ്ടാക്കുന്ന വിധം: നേന്ത്രക്കായും ചേനയും ചെറുതായി അരിഞ്ഞ് ഉപ്പ് ചേർത്ത് വേവിച്ചെടുക്കുക. പച്ചമുളക് കഴുകി നെടുകെ പിളർന്ന് കൽച്ചട്ടിയിലിട്ട് മഞ്ഞൾപ്പൊടിയും 1 കപ്പ് വെള്ളവും ചേർത്ത് വേവിക്കുക. വെള്ളം വറ്റാറാകുമ്പോൾ കലക്കിയ തൈര് ഇതിലേക്കൊഴിച്ച് ചൂടാക്കുക. തുടർച്ചയായി ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ സാവധാനം തൈരിന് മുകളിലേക്ക് കുറേശ്ശെ പത പോലെ പൊങ്ങി വരും. നന്നായി ഇളക്കി ഇത് വറ്റിച്ച് കുറുക്കുക. അതിലേക്ക് വേവിച്ച് വച്ചിരിക്കുന്ന കഷ്ണങ്ങൾ ചേർക്കുക. കാളൻ വേണ്ടത്ര കുറുകിക്കഴിഞ്ഞാൽ തേങ്ങയും ജീരകവും കൂടി മിനുസമായി അരച്ചത് ചേർക്കുക. നന്നായി ഇളക്കി വയ്ക്കുക. ഒരു ചീനിച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക്, വറ്റൽമുളക്, ഉലുവ ഇവയിട്ട് മൂപ്പിച്ച് കടുക് പൊട്ടിയാലുടൻ കറിയിലേക്ക് ഒഴിക്കുക. കറിവേപ്പിലയും ഇട്ട് ഉലുവാപ്പൊടി തൂക്കി ഇളക്കി വയ്ക്കുക. അല്പം കൂടി കഴിഞ്ഞ് ഉപ്പിട്ട് നന്നായി ഇളക്കി വാങ്ങാം. കാളൻ തയ്യാർ. ഇനി തോരനാകാം. ആവശ്യമായ സാധനങ്ങൾ: പയർ അല്ലെങ്കിൽ കാബേജ് അല്ലെങ്കിൽ ബീൻസ് അല്ലെങ്കിൽ ബീറ്റ്റൂട്ട് അല്ലെങ്കിൽ ക്യാരറ്റ്, സവാള, വെളിച്ചെണ്ണ, കടുക്, കറിവേപ്പില, തേങ്ങ, പച്ചമുളക്, ജീരകം, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, ഉപ്പ്. തോരൻ ഉണ്ടാക്കുന്ന വിധം: പച്ചക്കറിയും സവാളയും ചെറുതായി അരിഞ്ഞെടുക്കുക. ചീനിച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും കറിവേപ്പിലയും ഇട്ട് പൊട്ടിക്കുക. തുടർന്ന് പച്ചക്കറി ഉപ്പിട്ട് ഇളക്കി അടച്ച് വേവിക്കുക. ഇത് വെന്ത് കഴിയുമ്പോൾ പച്ചമുളകും 1 നുള്ളു ജീരകവും 1 വെളുത്തുള്ളി അല്ലിയും തേങ്ങയും ചേർത്ത് ചതച്ചെടുത്ത മിശ്രിതം ചേർത്തിളക്കി എടുക്കുക. തോരൻ തയ്യാർ. ഇനി സലാഡ് ഉണ്ടാക്കാം. ആവശ്യമായ സാധനങ്ങൾ: അധികം പുളിപ്പില്ലാത്ത കട്ടത്തൈര്, സവാള, പച്ചമുളക്, ഉപ്പ്, ക്യാരറ്റ്, തക്കാളി, കറിവേപ്പില, മല്ലിയില, സലാഡ് വെള്ളരി. ഉണ്ടാക്കുന്ന വിധം: സവാള, പച്ചമുളക്, ക്യാരറ്റ്, തക്കാളി, കറിവേപ്പില, മല്ലിയില, സലാഡ് വെള്ളരി എന്നിവ ചെറുതായി അരിഞ്ഞെടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്തിളക്കി യോജിപ്പിക്കുക. ഇതിലേക്ക് അധികം പുളിപ്പില്ലാത്ത കട്ടത്തൈര് ഒഴിച്ച് ഇളക്കുക. സലാഡ് തയ്യാർ. ഇനി എരിശ്ശേരി തയ്യാറാക്കാം. ആവശ്യമായ സാധനങ്ങൾ: മത്തങ്ങ, വൻപയർ, വെളുത്തുള്ളി, ചുവന്നുള്ളി, വറ്റൽമുളക്, ജീരകം, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, തേങ്ങ, ഉപ്പ്, കടുക്, വെളിച്ചെണ്ണ, കറിവേപ്പില. ഉണ്ടാക്കുന്ന വിധം: വൻപയർ വേവാൻ വയ്ക്കുക. 3/4 വേവാകുമ്പോൾ മത്തങ്ങയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇവയും ചേർക്കുക. മത്തങ്ങ വെന്ത് കഴിഞ്ഞാൽ കുറച്ച് തേങ്ങ എടുത്ത് അതിനോടൊപ്പം ജീരകവും വെളുത്തുള്ളിയും നന്നായി അരച്ച് ചേർക്കുക. ചേരുവകൾ നന്നായി തിളപ്പിച്ച് വാങ്ങി വയ്ക്കുക. ഇനി വെളിച്ചെണ്ണയിൽ വറ്റൽമുളക്, കടുക്, ഉള്ളി, കറിവേപ്പില ഇവ ചേർത്ത് വറുക്കുക. ഇതും കൂടി ചേർത്താൽ എരിശ്ശേരി തയ്യാർ. ഇനി മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാം. ആവശ്യമായ സാധനങ്ങൾ: വള്ളിപ്പയർ, സവാള, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, എണ്ണ, കടുക്, കറിവേപ്പില, ഉപ്പ്, വെള്ളം. ഉണ്ടാക്കുന്ന വിധം: പയർ, സവാള, പച്ചമുളക് എന്നിവ അരിഞ്ഞെടുക്കുക. ചീനിച്ചട്ടി ചൂടാകുമ്പോൾ എണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിച്ച് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്നവ ചേർക്കുക. ഉപ്പും കറിവേപ്പിലയും ഇട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക. പച്ചക്കറികൾ വേവുന്നതിന് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുത്ത് അടച്ചു വെച്ച് വേവിക്കുക. വെള്ളം വറ്റി വരുമ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് നന്നായി ഇളക്കുക. പയർ മെഴുക്കുവരട്ടി തയ്യാർ. ഇനി അവിയലുണ്ടാക്കാം. ആവശ്യമായ സാധനങ്ങൾ: നേന്ത്രക്കായ, ചേന, കുമ്പളങ്ങ, മത്തങ്ങ, പടവലങ്ങ, വെള്ളരിക്ക, കോവയ്ക്ക, മുരിങ്ങയ്ക്ക, കത്തിരിക്ക, വഴുതനങ്ങ, അമരയ്ക്ക, തൈര്. മഞ്ഞൾപ്പൊടി, തേങ്ങ, ജീരകം, ചുവന്നുള്ളി, ഉപ്പ്, വെള്ളം, എണ്ണ, കടുക്, കറിവേപ്പില. അവിയലുണ്ടാക്കുന്ന വിധം നോക്കിയാലോ? മേൽപ്പറഞ്ഞ പച്ചക്കറികൾ എല്ലാം നീളത്തിൽ അരിഞ്ഞെടുക്കുക.
തേങ്ങ, ജീരകം, ചുവന്നുള്ളി എന്നിവ അരച്ചെടുക്കുക. എല്ലാ പച്ചക്കറികളും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വേവിക്കുക. 3/4 ഭാഗം വെന്ത കഷ്ണങ്ങളിൽ തൈരൊഴിക്കുക. ഉപ്പ് പാകത്തിന് ആയോ എന്ന് നോക്കിയ ശേഷം അരപ്പ് ചേർക്കുക. അവിയൽ വാങ്ങിവെച്ച് അല്പം വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ച് കറിവേപ്പില വിതറി അടച്ചു വയ്ക്കുക. അവിയൽ തയ്യാർ. ഇനി തൊടുകറികളിൽ അവസാന ഇനമായ വടാക്കൂട്ടുകറി ഉണ്ടാക്കാം. ആവശ്യമായ സാധനങ്ങൾ: ഉഴുന്നുവട, സവാള, ഉരുളക്കിഴങ്ങ്, തക്കാളി, എണ്ണ, കടുക്, കറിവേപ്പില, ഉപ്പ്, തേങ്ങ, പച്ചമുളക്, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി. ഉണ്ടാക്കുന്ന വിധം: സവാള നീളത്തിലും ഉരുളക്കിഴങ്ങ് ചെറിയ കഷ്ണമാക്കിയും പച്ചമുളക്, തക്കാളി എന്നിവ നീളത്തിലും അരിഞ്ഞെടുക്കുക. അടുപ്പത്തെ ചീനിച്ചട്ടി വച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിക്കുക. അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, പച്ചമുളക്, ഉരുളക്കിഴങ്ങ് എന്നിവ ചേർത്ത് നന്നായി ഇളക്കുക. ആവശ്യത്തിന് ഉപ്പിട്ട് അടച്ചു വെച്ച് അല്പസമയം വേവിക്കുക. നന്നായി വെന്ത് വരുമ്പോൾ അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കുക. തക്കാളി 3/4 ഭാഗം വെന്ത് വരുമ്പോൾ അതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി എന്നിവ ചേർക്കുക. തേങ്ങ പിഴിഞ്ഞ് പാലെടുത്ത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പാല് നന്നായി തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഉഴുന്നുവട ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കുക. നന്നായി ഇളക്കി യോജിപ്പിച്ച് ആവശ്യമായ ഉപ്പും ചേർത്ത് അടച്ച് അല്പസമയം വേവിക്കുക. തേങ്ങാപ്പാൽ ഏകദേശം വറ്റി ഒരു കുറുമ രീതി ആയി വരുമ്പോൾ വാങ്ങാവുന്നതാണ്. വടാക്കൂട്ടുകറി തയ്യാർ. ഓണസദ്യ ഒഴിച്ചുകറികളും അവ ഉണ്ടാക്കുന്ന വിധവും. ഒന്നാമത്തെ കറി പരിപ്പ് കറി. ആവശ്യമായ സാധനങ്ങൾ: ചെറുപയർ പരിപ്പ്, വെള്ളം, മഞ്ഞൾപ്പൊടി, ഉപ്പ്, വെളിച്ചെണ്ണ, തേങ്ങ, ജീരകം, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില. ഉണ്ടാക്കുന്ന വിധം: ആദ്യം ചെറുപയർ പരിപ്പ് ചീനിച്ചട്ടിയിലിട്ട് നന്നായി ഇളക്കി ചൂടാക്കുക. പിന്നീട് വേവാനുള്ള വെള്ളമൊഴിച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും 1 സ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത് നന്നായി വേവിക്കുക. വെന്ത പരിപ്പ് ഒരു തവി കൊണ്ട് നന്നായി ഉടയ്ക്കുക. തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും ചേർത്ത് നന്നായി അരച്ച് അതിനോടൊപ്പം പച്ചമുളക് ചതച്ച് ചേർത്ത അരപ്പ് പരിപ്പിലേക്ക് യോജിപ്പിക്കുക. ചെറുതായി തിള വരുമ്പോൾ വെളിച്ചെണ്ണയും കറിവേപ്പിലയും ചേർത്തിളക്കി വാങ്ങുക. പരിപ്പ് കറി തയ്യാർ. ഇനി സാമ്പാർ ഉണ്ടാക്കാം. ആവശ്യമായ സാധനങ്ങൾ: കുമ്പളങ്ങ, വെള്ളരിക്ക, പടവലങ്ങ, മുരിങ്ങയ്ക്ക, സവാള, കിഴങ്ങ്, തക്കാളി, വെണ്ടയ്ക്ക, കോവയ്ക്ക, മത്തങ്ങ, അമരയ്ക്ക, ചേന, മല്ലിയില, കറിവേപ്പില. സാമ്പാർ പരിപ്പ്, മുളക് പൊടി, മല്ലിപ്പൊടി, കായപ്പൊടി, ഉലുവപ്പൊടി, മഞ്ഞൾപ്പൊടി, സാമ്പാർ മസാല, കായപ്പൊടി, ഉപ്പ്, വെള്ളം, വെളിച്ചെണ്ണ, വാളൻപുളി, വറ്റൽമുളക്, കടുക്. ഉണ്ടാക്കുന്ന വിധം: പച്ചക്കറികൾ അരിഞ്ഞെടുക്കുക. പരിപ്പും പച്ചക്കറികളും ഉപ്പും വെള്ളവും ചേർത്ത് വേവിച്ചെടുക്കുക. സാമ്പാർ മസാല, മുളക് പൊടി, മല്ലിപ്പൊടി, കായപ്പൊടി, ഉലുവാപ്പൊടി എന്നിവ ചെറുതായി മൂപ്പിച്ച് എടുത്ത് പുളിവെള്ളവും ചേർത്ത് നന്നായി വേവിച്ചെടുക്കുക. മല്ലിയില നുറുക്കിയിട്ട് കൊടുക്കുക. ഒരു ചീനിച്ചട്ടിയിൽ എണ്ണ ഒഴിച്ച് കടുകും വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ഇട്ട് കടുക് പൊട്ടിച്ചെടുത്ത് കറിയിൽ ചേർക്കുക. സാമ്പാർ തയ്യാർ. ഇനി പുളിശ്ശേരിയാകാം. ആവശ്യമായ സാധനങ്ങൾ: പൈനാപ്പിൾ, വെള്ളരിക്ക, തക്കാളി, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, തൈര്, ഉപ്പ്, എണ്ണ, കടുക്, കറിവേപ്പില, വെള്ളം. ഉണ്ടാക്കുന്ന വിധം: പൈനാപ്പിൾ, വെള്ളരിക്ക, തക്കാളി, പച്ചമുളക് എന്നിവ അരിഞ്ഞെടുത്ത് മഞ്ഞൾപ്പൊടിയും ഉപ്പും വെള്ളവും ചേർത്ത് വേവിച്ചെടുക്കുക. നന്നായി വെന്ത് വരുമ്പോൾ അതിലേക്ക് തൈരൊഴിച്ച് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഒരു ചീനിച്ചട്ടിയിൽ എണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിച്ച് കറിവേപ്പിലയും ചേർത്ത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പുളിശ്ശേരി തയ്യാർ. ഇനി രസം തയ്യാറാക്കാം. ആവശ്യമായ സാധനങ്ങൾ: വാളൻപുളി, എണ്ണ, കടുക്, മല്ലിയില, കറിവേപ്പില, വറ്റൽമുളക്, ഉള്ളി, വെളുത്തുള്ളി, കുരുമുളക്, തക്കാളി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഉലുവാപ്പൊടി, കായപ്പൊടി, വെള്ളം. ഉണ്ടാക്കുന്ന വിധം: ഒരു ചെറുനെല്ലിക്ക വലിപ്പത്തിൽ പുളി വെള്ളത്തിലിട്ട് 15 മിനിറ്റ് കുതിർക്കാൻ വയ്ക്കുക. ശേഷം പുളി പിഴിഞ്ഞ് വെള്ളം മാറ്റി വയ്ക്കുക. ചെറിയ മൺചട്ടി ചൂടാകുമ്പോൾ 2 സ്പൂൺ എണ്ണയൊഴിച്ച് ചൂടാക്കുക. എണ്ണ ചൂടാകുമ്പോൾ കടുക്, ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞ്, കറിവേപ്പില, വറ്റൽമുളക് എന്നിവ ചേർത്ത് വഴറ്റുക. ശേഷം 2 ഉള്ളി, വെളുത്തുള്ളി, കുരുമുളക് ഇവ നന്നായി ചതച്ചെടുക്കുക. ശേഷം ചതച്ചു വച്ചിരിക്കുന്ന കൂട്ട് ഇതിലേക്ക് ഇട്ട് പച്ചമണം മാറുന്നത് വരെ വഴറ്റുക. ഇനി അരിഞ്ഞു വച്ചിരിക്കുന്ന തക്കാളി ഇതിലേക്കിട്ട് വഴറ്റുക.
തക്കാളി നന്നായി വഴറ്റിക്കഴിയുമ്പോൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഉലുവാപ്പൊടി എന്നിവ ചേർത്ത് പച്ചമണം മാറുമ്പോൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പുളിവെള്ളം ചേർക്കാം. ഒപ്പം മല്ലിയില ചെറുതായി നുറുക്കി ചേർക്കുക. ഇനി ആവശ്യത്തിന് ഉപ്പും 1/4 ടീസ്പൂൺ കായപ്പൊടിയും ചേർത്ത് വഴറ്റണം. അതിലേക്ക് 1/2 ലിറ്റർ വെള്ളവും ചേർത്ത് മൂടി വയ്ക്കാം. തിള വന്നു കഴിഞ്ഞാൽ വാങ്ങാം. രസം തയ്യാർ. ഇനി പച്ചമോര് തയ്യാറാക്കാം. ആവശ്യമായ സാധനങ്ങൾ: കട്ടത്തൈര്, വെള്ളം, പച്ചമുളക്, ഉള്ളി, ഇഞ്ചി, കറിവേപ്പില, ഉപ്പ്. ഉണ്ടാക്കുന്ന വിധം: നല്ലതുപോലെ പുളിച്ച തൈര് കട്ടയില്ലാതെ ഉടച്ചെടുക്കുക. 1/2 ലിറ്റർ തൈരിന് 1/2 ലിറ്റർ വെള്ളം എന്ന അളവിൽ പച്ചവെള്ളം ചേർത്ത് യോജിപ്പിക്കുക. ഇതിലേക്ക് 7 പച്ചമുളക്, 5 ചെറിയ ഉള്ളി, 1 വലിയ കഷ്ണം ഇഞ്ചി എന്നിവ ചതച്ച് ചേർക്കുക. ഇതിലേക്ക് 1 തണ്ട് കറിവേപ്പില കൈകൊണ്ട് തിരുമിയിടുക. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് എടുത്താൽ പച്ചമോര് തയ്യാർ. ഓണസദ്യ പായസങ്ങളും അവ ഉണ്ടാക്കുന്ന വിധവും: അടപ്രഥമൻ. ആവശ്യമായ സാധനങ്ങൾ: അട, ശർക്കര, അണ്ടിപ്പരിപ്പ്, കിസ്മിസ്, നെയ്യ്, ഏലക്കാപ്പൊടി, തേങ്ങ, ചവ്വരി, ഉണങ്ങിയ തേങ്ങ. അടപ്രഥമൻ തയ്യാറാക്കുന്ന വിധം: അട നന്നായി വേവിക്കുക. ഇതിലേക്ക് ശർക്കര ഉരുക്കി അരിച്ച് ചേർത്ത് നന്നായി ഇളക്കുക. തേങ്ങ ചിരകി 3 പാൽ എടുത്ത് വയ്ക്കുക. ആദ്യം 3-ാം പാലും പിന്നെ 2-ാം പാലും ഒഴിച്ചു കൊടുക്കുക. ചവ്വരി നന്നായി വേവിച്ച് ചേർക്കുക. ഏലക്കാപ്പൊടി, ചെറുതായി അരിഞ്ഞ കൊട്ടത്തേങ്ങ എന്നിവ ചേർത്ത് നന്നായി ഇളക്കിക്കൊണ്ടിരിക്കുക. 1-ാം പാൽ ഒഴിച്ചു കൊടുക്കുക. അണ്ടിപ്പരിപ്പ്, കിസ്മിസ് എന്നിവ നെയ്യിൽ വറുത്ത് ഇതിലേക്ക് ചേർക്കുക. അടപ്രഥമൻ തയ്യാർ. രണ്ടാമത്തെ പായസമായ പരിപ്പ് പ്രഥമൻ. ആവശ്യമായ സാധനങ്ങൾ: ചെറുപയർ പരിപ്പ്, ശർക്കര, അണ്ടിപ്പരിപ്പ്, കിസ്മിസ്, നെയ്യ്, ഏലക്കാപ്പൊടി, തേങ്ങ, ചവ്വരി, ഉണങ്ങിയ തേങ്ങ. തയ്യാറാക്കുന്ന വിധം: ചെറുപയർ പരിപ്പ് നന്നായി വേവിച്ച് ഉടച്ചെടുക്കുക. ഇതിലേക്ക് ശർക്കര ഉരുക്കി അരിച്ച് ചേർത്ത് നന്നായി ഇളക്കുക. തേങ്ങ ചിരകി 3 പാൽ എടുത്തു വയ്ക്കുക. ആദ്യം 3-ാം പാലും പിന്നെ 2-ാം പാലും ഒഴിച്ചു കൊടുക്കുക. ചവ്വരി നന്നായി വേവിച്ച് ചേർക്കുക. ഏലക്കാപ്പൊടി, ചെറുതായി അരിഞ്ഞ കൊട്ടത്തേങ്ങ എന്നിവ ചേർത്ത് നന്നായി ഇളക്കിക്കൊണ്ടിരിക്കുക. 1-ാം പാൽ ഒഴിച്ചു കൊടുക്കുക. അണ്ടിപ്പരിപ്പ്, കിസ്മിസ് എന്നിവ നെയ്യിൽ വറുത്ത് ഇതിലേക്ക് ചേർക്കുക. പരിപ്പ് പ്രഥമൻ തയ്യാർ. പാൽ പായസം തയ്യാറാക്കാം. ആവശ്യമായ സാധനങ്ങൾ: വെർമിസെല്ലി, പാൽ, വെള്ളം, പഞ്ചസാര, ഏലക്ക, അണ്ടിപ്പരിപ്പ്, കിസ്മിസ്, നെയ്യ്. തയ്യാറാക്കുന്ന വിധം: നെയ്യ് ഒഴിച്ച് അണ്ടിപ്പരിപ്പ്, കിസ്മിസ് എന്നിവ വറുത്ത് കോരി മാറ്റുക. അതേ നെയ്യിൽ തന്നെ വെർമിസെല്ലി വറുത്തെടുക്കുക. പാൽ തിളപ്പിക്കുക. അതിലേക്ക് വറുത്ത വെർമിസെല്ലി ഇട്ട് കൊടുക്കുക. നന്നായി ഇളക്കി യോജിപ്പിക്കുക. വെർമിസെല്ലി നന്നായി വെന്ത് വരുമ്പോൾ പഞ്ചസാര ചേർക്കുക. കൂടെ ഏലക്കാപ്പൊടി. നന്നായി തിളച്ച് കുറുകി വരുമ്പോൾ വറുത്ത അണ്ടിപ്പരിപ്പും കിസ്മിസും ചേർത്ത് ഇളക്കി യോജിപ്പിക്കുക. പാൽ പായസം തയ്യാറായി. വിഭവസമൃദ്ധമായ ഓണസദ്യ എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുകയും എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. ഇനിയും നിങ്ങളുടെ പിന്തുണ തീർച്ചയായിട്ടും എനിക്കുണ്ടാകണം. എല്ലാവരും ഈ വിഭവങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കാവുന്നതാണ്. വിഭവസമൃദ്ധമായ ഓണസദ്യ കഴിച്ച് എല്ലാവരും ഓണം വളരെ ഗംഭീരമായി തന്നെ ആഘോഷിക്കുക. എല്ലാവർക്കും അഡ്വാൻസ് വിഷസ് ഓഫ് ഹാപ്പി ഓണം.